വല്ല കാര്യമുണ്ടോ ഈ അവസ്ഥയിൽ ഇപ്പൊ അയാളെ വിളിക്കാൻ പോവാൻ? അക്ഷരേ, ഡാഡി എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ. നമ്മളൊന്നും പറഞ്ഞ സ്വാമിയുടെ കാര്യത്തില് സാർ അനുസരിക്കില്ല എന്നറിയില്ലേ? അതെനിക്കറിയാം. അതുകൊണ്ട് തന്നെയാ പോകണ്ടെന്ന് പറഞ്ഞ് ഞാൻ തടഞ്ഞത്. പക്ഷെ നിങ്ങള് ഹോസ്പിറ്റലിൽ വരെ ഒന്ന് പോണം, അതും ഇപ്പൊ തന്നെ. അതെന്തിനാ? ആ ശരവണനെ കാണാൻ. അയാൾക്ക് എന്താ പറയാനുള്ളതെന്ന് അറിയണം. നമുക്ക് ഗുണമുള്ള എന്തോ ഒരു വിവരമാണ് അയാൾക്ക് പറയാനുള്ളതെന്നാ എനിക്ക് തോന്നുന്നത്. അത് നമ്മൾ അറിയണം. എനിക്ക് തോന്നുന്നത് എന്റെ അറസ്റ്റും ഉടനെ ഉണ്ടാവുന്ന. അപ്പൊ പിന്നെ നമ്മൾ എന്ത് ചെയ്യും കുഞ്ഞളിയ? നമ്മളെല്ലാവരും ദ്രോഹിക്കണം, അതാണല്ലോ അവരുടെ പ്ലാൻ. ആ പ്ലാൻ നടക്കരുത്, നമുക്കത് പൊളിക്കണം. ഇനി അത് സാധിക്കോ കുഞ്ഞളിയ? പോലീസ് വളരെ ബുദ്ധിപരമായിട്ടാ കേസ് ഫ്രെയിം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടല്ലേ പ്രേമയുടെ ജാമ്യം തള്ളിപ്പോയത്. എനിക്ക് പേടിയായിട്ട് വയ്യ. സത്യത്തിൽ എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്? ചന്ദ്രലേക്ക് എന്താ പറ്റിയത്? അവൾക്കൊന്നും പറ്റിയിട്ടില്ല. ഇത് അവളുടെ നാടകമാണ്, നമ്മളെ തകർക്കാനുള്ള ശ്രമം. ആ, കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ അല്ലേ? അറസ്റ്റ് ഉണ്ടായേക്കാം. ഒരു മുൻകൂർ ജാമ്യം എടുക്കണം. അതിന് താൻ എന്നെ ഒന്ന് സഹായിക്കണം. സിദ്ധു ഒരു ഹാർട്ട് പേഷ്യന്റാ. സിദ്ധുവിനെ എങ്ങനെ റിമാൻഡ് ചെയ്യാം? തന്നെയുമല്ല, ഈ സിറ്റിയിലെ ലീഡിംഗ് ലോയറുമാണ് സിദ്ധു. അങ്ങനെയോടെ തന്നെ അറസ്റ്റ് ചെയ്താൽ പോലീസിനെ കോടതി വിമർശിക്കാതിരിക്കോ? എനിക്ക് റിസ്ക് എടുക്കാൻ വയ്യ.